തമിഴ്നാട് തേനി പെരിയകുളത്ത് സമീപം മിനി ബസും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചു. മരിച്ച കോട്ടയം കുറുവിലങ്ങാട് സ്വദേശിയായ ഒരാളെ തിരിച്ചറിഞ്ഞു. ഒരാൾക്ക് ഗുരുതരമായ പരിക്ക്. മരിച്ചത് കോട്ടയം സ്വദേശികളാണ്. ജോസിൽ ചേരുന്നു വിവരങ്ങളുമായി. ജോസിൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? പ്രിയ, തമിഴ്നാട്ടിൽ നിന്ന് രാവിലെ തന്നെ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. തമിഴ്നാട് തേനി പെരിയകുളത്ത് മിനി ബസും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചിരിക്കുകയാണ്. ഒരാളുടെ പരിക്ക് വളരെ ഗുരുതരമാണ്. ഈ മരിച്ചത് കോട്ടയം സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഈ അപകടത്തിൽപ്പെട്ട ഈ ടൂറിസ്റ്റ് ബസ്സിൽ സഞ്ചരിച്ചിരുന്ന 18ഓളം പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ ബസ്സിൽ സഞ്ചരിച്ച ഒരാളുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. ഈ അപകടത്തെ ഈ കൂട്ടിയിടിയുണ്ടായി. കാറും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് ഈ ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് 18ഓളം പേർക്ക്, ഈ ബസ്സിലുണ്ടായിരുന്ന 18ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന ഒരാളുടെ നില ഗുരുതരമാണ്. ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന 3 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അത് കോട്ടയം സ്വദേശികളാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കോട്ടയം കുറുവലങ്ങാട് സ്വദേശി ജയന്ത് എന്ന് പറയുന്ന ആളാണ് തിരിച്ചറിഞ്ഞിരിക്കുന്ന ആള്. മറ്റ് 2 പേരെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പരിക്കേറ്റവരെയും തേനി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രിയ, ജോസിൽ, ഈ സംഭവം അറിഞ്ഞ മണിക്കൂറുകളായിട്ടുണ്ട്. ബന്ധുക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഈ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, അയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, അതിലൂടെ മരിച്ച ആളുകളുടെ വിശദാംശങ്ങൾ ഒക്കെ ലഭ്യമാകാനുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടോ പോലീസ്? അത്തരത്തിൽ ഒരു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പൊ രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്, പുലർച്ചെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഒരാളെ മാത്രമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അത് കോട്ടയം സ്വദേശിയാണ്. കോട്ടയം കുറുവലങ്ങാട് സ്വദേശി ജയന്താണ്. മറ്റുള്ളവരുടെ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഇനി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും പോലീസ്, അതുപോലെ തന്നെ തമിഴ്നാടിലെ മറ്റ് ഫയർഫോഴ്സ് സംവിധാനങ്ങളും എല്ലാ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പരിക്കേറ്റ ഈ ബസ്സിലടക്കം സഞ്ചരിക്കുന്ന ഈ ഇടിയുടെ ആഘാതത്തിൽ മിനി ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ബസ്സിലുണ്ടായിരുന്ന നിരവധി ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന 3 പേരാണ് മരിച്ചത്. ഈ മരിച്ച 2 ആളുകളെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബസ്സിൽ മരിച്ചതിനെ തുടർന്ന് ഒരാളുടെ നില ഗുരുതരമാണ്. ഈ ആളെ അടക്കം വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുകയാണ്. പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ വെളിവായി വരുന്നതേ ഉള്ളൂ. പ്രിയ, ശരി. എന്തായാലും തമിഴ്നാട് തേനി പെരിയകുളത്തിന് സമീപം മിനി ബസും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചുവെന്ന ദുഃഖവാർത്തയാണ് രാവിലെ തന്നെ എത്തുന്നത്. മരിച്ച കോട്ടയം കുറുവിലങ്ങാട് സ്വദേശിയായ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഒരാൾക്ക് ഗുരുതര പരുക്കുമുണ്ട്. ഇവരെ ഇപ്പോൾ മൃതദേഹങ്ങൾ ആശുപത്രിയിലാണ്. ഗുരുതര പരിക്കേറ്റ ആളും ആശുപത്രിയിലാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ തന്നെ പുറത്തുവരും എന്നാണ് മനസ്സിലാകുന്നത്. ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.